ശരിക്കും ഈ പ്രേതം, എക്സ്റ്റേണൽ എൻറ്റിറ്റീസ്, എനർജീസ് ഇതൊക്കെ ഉണ്ട്. നമസ്കാരം, ഞാൻ സൂരജ്. നമ്മളൊരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് പോകുന്ന, അതായത് വൈദ്യുതി പാസ് ചെയ്ത് പോകുന്ന ഒരു വയർ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റർ വെച്ച് നോക്കിയാൽ നമുക്ക് കറണ്ട് ഉണ്ടോ ഇല്ല എന്ന് അറിയാം. നമുക്ക് ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന കറണ്ടിനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആ വേറെ വഴി കറണ്ട് പോകുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആ കൈയോട് ഇങ്ങനെ വീശി നോക്കിയാൽ നമുക്ക് എയർ ഫീൽ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ നമുക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ എന്ന് വെച്ചിട്ട് എയർ ഇല്ല, ഓക്സിജൻ ഇല്ല, നൈട്രജൻ ഇല്ല, കാർബൺ ഡയോക്സൈഡ് ഇല്ല എന്ന് നമുക്ക് പറയാം. കയ്യിൽ ജേംസ്, ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്ന് പറയാം. ആക്ച്വലി ഇതുവരെയെങ്കിലും ആരെങ്കിലും നമ്മുടെ കയ്യിൽ കൂടെ ബാക്ടീരിയ ഓടുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ പിശാച്, സാത്താൻ, ഈ പ്രേതം എന്ന് പറയുമ്പോൾ ഈ വെള്ള സാരിയെ കൊടുത്ത് ആൾക്കാരെ കടിച്ച് ചോര കുടിക്കുന്നു. സംഭവം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ ഡ്രമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. ഒരു എനർജി നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ആ വയറിൽ നോക്കിയാൽ കാണാൻ പറ്റാത്ത എനർജി, അത് നമുക്ക് പ്രത്യേകിച്ച് രൂപമോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ സംഭവം തന്നെയാണ് ഇത്. അത് എഫക്റ്റ് മനുഷ്യന് വരുന്നുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടും വരുന്നുണ്ട്. മനുഷ്യൻ്റെ DNA നിന്ന് നമുക്ക് എന്താ പറയുക, ഏത് ജീവിയാണെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു മൃഗത്തിൻ്റെ DNA എടുത്തിട്ട് നമുക്കൊരു മനുഷ്യനെ ഒരു കാരണവശാലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഇമ്പോസിബിൾ ആണെന്നാണ് സയൻസ്. മനുഷ്യൻ അത്രയും പവർഫുൾ ആണ്. ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ജീവിയാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീൻ വെച്ചിട്ട് ഇത്രയും സംഭവങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് എല്ലാം മനുഷ്യൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും മനുഷ്യനിലുണ്ട്. നിങ്ങളെന്ന് വെച്ചാൽ അത്രയും എൻ്റെ യൂണിവേഴ്സിൻ്റെ മുന്നിൽ ഒരു ഉറുമ്പെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ. അത് നിങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം നിങ്ങളുടെ ശരീരം ഉപേക്ഷിച്ച് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം. നിങ്ങൾ വിചാരിക്കുന്നത് സൂയിസൈഡ് ചെയ്ത് ശരീരത്തിൽ നിന്ന് സോൾ ഇറങ്ങിപ്പോയ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നാണ്. പക്ഷെ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അവിടെയാണ് അടുത്ത പ്രശ്നം തുടങ്ങുന്നത്. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് നിങ്ങൾ സൂയിസൈഡ് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരമായ പ്രശ്നങ്ങളാണ്. ഈ ഒന്നും അല്ല നമുക്ക് ഫീൽ ചെയ്യും. അമ്മാതിരി ഒരു സിറ്റുവേഷൻ ഈ ശരീരം വിട്ട് ഇറങ്ങുമ്പോൾ വരെ അന്നേരം അതിൻ്റെ വാല്യൂ അറിയും, ശരീരത്തിൻ്റെ വാല്യൂ. അത് അറിഞ്ഞിടത്തോടെ എല്ലാവരും സൂയിസൈഡ് ചെയ്യും. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ ആർക്കിനും എന്തെങ്കിലും ടെൻഡൻസി ഉള്ള ആൾക്കാണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് അവർക്ക് ഷെയർ ചെയ്തത്. കാരണം അവർ ഈ ലോകത്ത് ജീവിക്കണം, അവരാ പ്രശ്നം ഓപ്പൺ ചെയ്ത് ഹാപ്പിയായിട്ട് ജീവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു തരി സ്നേഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കണം. കാരണം ആ വ്യക്തിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സ്പിരിച്വൽ ഹീലിങ്ങിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. താങ്ക് യു.